ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണല്ലോ. സ്ക്രീൻ വിത്ത് ഹോം ഗ്രീനറിക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത് വീടിനുള്ളിൽ വളർത്താൻ പറ്റിയ വളരെ മനോഹരമായ ഒരു ചെടിയെക്കുറിച്ചാണ്. ഇത് ഔട്ട്ഡോർ ആയിട്ടും ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടും വാട്ടർ പ്രൊപ്പഗേഷൻ വഴിയും ഇത് വളർത്തിയെടുക്കാം. അതാണ് ജേഡ് പോത്തോസ്. നല്ല കടുത്ത പച്ച നിറമുള്ള ഇലകളും വീടിനുള്ളിൽ ഒരു ഫ്രഷ് ഫീൽ നൽകാനുള്ള ഇതിൻ്റെ കഴിവും കാരണവും പലരുടെയും ഇഷ്ടപ്പെട്ട ഒരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് ഇത്. ഞാൻ നിലത്ത് നട്ടിരിക്കുന്നതിൽ നിന്നും ഒരു ചെറിയ കട്ടിങ് എടുത്ത് ഹാങ്ങിങ് പോട്ടിലേക്ക് വെച്ച് ഇന്ന് നമുക്ക് ഔട്ട്ഡോർ ഹാങ്ങിങ് പോട്ട്സ് സെറ്റ് ചെയ്യാം. അതിനായി പോട്ടിലേക്ക് ചെറിയ തെർമോക്കോൾ പീസുകൾ ഇടുക. എന്നിട്ട് നല്ല ഒരു പോട്ടിംഗ് മിക്സ്, നീർവാർച്ചയുള്ള മണ്ണാണ് ഇതിന് ആവശ്യം. ചകിരിച്ചോറ്, അല്പം കമ്പോസ്റ്റ്, കുറച്ച് മണ്ണ് എന്നിവ ചേർന്ന മിശ്രം ഇതിൽ വളരെ മികച്ചതാണ്. ചെടിച്ചട്ടിയുടെ അടിയിൽ കുറച്ച് തെർമോക്കോൾ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണങ്ങളോ ഇടുന്നത് അധികമായി വെള്ളം പുറത്തു പോകാൻ സഹായിക്കും. ഇത് വേരുകൾ അഴുകുന്നത് തടയുന്നതും ചെടി കൂടുതൽ ഇടതിങ്ങി വളരണമെങ്കിൽ ഇടയ്ക്കിടെ നീളമുള്ള തണ്ടുകൾ അല്പം മുറിച്ച് മാറ്റുന്നത് നല്ലതാണ്. ഇത് പുതിയ ശാഖകൾ ഉണ്ടാവാനും ചെടി കൂടുതൽ മനോഹരമാവാനും സഹായിക്കും. വളർച്ചാ കാലയളവിൽ മാസത്തിലൊരിക്കൽ നല്ലൊരു ഓർഗാനിക് വളം നൽകുന്നത് ചെടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇത്രയും ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ മനോഹരമായ ജേഡ് പോത്തോസ് പ്ലാന്റ്സ് വളർത്താം. നമ്മുടെ ഗാർഡനിലെ നല്ല ഭംഗി നൽകാൻ ഹാങ്ങിങ് പ്ലാന്റ്സ് അഥവാ തൂക്കിയിടുന്ന ചെടികൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജേഡ് പോത്തോസിനെ ഹാങ്ങിങ് പ്ലാന്റ്സിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഹാങ്ങിങ് പ്ലാന്റ്സ് തൂക്കിയിടുമ്പോൾ അവയ്ക്ക് ആവശ്യമായ വെളിച്ചം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും മനോഹരമായി താഴേക്ക് വളരുന്നവയാണ് ഇവ. ഇത് ജേഡ് പോത്തോസ് വന്നിട്ട് കൂടുതലായി വളരുമല്ലോ, അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഹാങ്ങിങ് പോട്ട്സിൽ വച്ചിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പോട്ടിലൊക്കെ വയ്ക്കുമായിരുന്നു. അതുപോലെ ഹാങ്ങിങ് പോട്ട്സിൽ വെച്ചിരുന്ന പ്ലാന്റ്സിനെ എടുത്താണ് ഞാൻ ഇന്ന് വന്നിട്ട് ആ വൈറ്റും യെല്ലോ കോമ്പിനേഷനുള്ള പോട്ടിലേക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പോണത്. ആ വൈറ്റ് പോട്ടിനകത്ത് ഇറക്കി വയ്ക്കാം, പക്ഷേ ഞാൻ അത് വയ്ക്കുന്നില്ല. വീട്ടിനകത്ത് വെച്ച് ചെളി പോലെയൊക്കെ കാണുമോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വേറെ എക്സ്ട്രാ ആയിട്ട് ഒരു ബ്ലാക്ക് പോട്ട് എടുത്ത് അതിൽ ഇറക്കി വെച്ചാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. ഡ്രെയിനേജിനായി ഒരു കത്രിക ഉപയോഗിച്ച് ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് ടോപ്പ് ലെയറിൽ ഫസ്റ്റ് ലെയറായിട്ട് തെർമോക്കോൾ ഇട്ട് കൊടുത്തിട്ട് ഹാങ്ങിങ് ബോർഡ്സിലിരിക്കുന്ന പ്ലാന്റ്സിനെ പതുക്കെ മെല്ലെ ഒന്ന് ഇളക്കി ഈ ബ്ലാക്ക് പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് അത് ഇൻഡോറിലേക്ക് ഇളക്കി വയ്ക്കാം. വേരുകൾക്ക് കേടുപാട് സംഭവിക്കാതെ പതുക്കെ മണ്ണൊക്കെ ഇളക്കിയ ശേഷം പകുതി മണ്ണോട് കൂടി ഈ പോട്ടിലേക്ക് ഇറക്കി വയ്ക്കണം. പുറത്തെടുത്ത ചെടി തയ്യാറാക്കി വെച്ച ആ പോട്ടിലേക്ക് ഇറക്കി വയ്ക്കുക. ചെടിയുടെ ചുറ്റും ആവശ്യത്തിന് മണ്ണ് ചേർത്ത് നന്നായി അമർത്തി കൊടുക്കുക. അവസാനമായി ചെടിയുടെ തണ്ടുകൾ പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ മനോഹരമായി ക്രമീകരിക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ഇൻഡോർ പ്ലാന്റ് പോട്ട് റെഡിയാണ്. കണ്ടില്ലേ ഫ്രണ്ട്സ്, എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ജേഡ് പ്ലാന്റിനെ പുതിയ വീട്ടിലേക്ക് മാറ്റിയത്. നമ്മുടെ വീടിൻ്റെ ഒരു കോർണറിൽ ഈ ചെടി വെച്ചാൽ തന്നെ കാണാൻ നല്ല രസമായിരിക്കും. നിങ്ങളും ഇതുപോലെ മണി പ്ലാന്റ് വളർത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് ഇഷ്ടപ്പെടുന്നുവെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ ഗാർഡനിങ് ടിപ്സുകളുമായി ഞാൻ ഇനിയും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. ഞാനിത് നേരത്തെ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്ത പ്ലാന്റ് ആണിത്.
അതായത് വാട്ടർ പ്രൊപ്പഗേഷൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ മണ്ണില്ലാത്തത് കൊണ്ട് വീടിനുള്ളിൽ വയ്ക്കാൻ വളരെ വൃത്തിയുള്ള രീതിയാണ്. വെള്ളത്തിൽ വേരുകൾ വളരുന്നത് കാണാൻ കഴിയും. ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. അധിക പരിചരണമൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേരുകൾ നല്ലതുപോലെ വളർന്നു കഴിഞ്ഞാൽ ഇത് മണ്ണിലേക്ക് മാറ്റി